കൃഷ്ണപുരം എന്ന ഗ്രാമത്തിൽ പേരുകേട്ട ഒരു കൃഷ്ണക്ഷേത്രമുണ്ട്. മനോഹരമായ ഗ്രാമവും അമ്പലവും ആൽമരവും ആമ്പൽക്കുളവും സത്യസന്ധരായ പരസ്പരം സഹകരണമുള്ള നാട്ടുകാരും ആ ഗ്രാമത്തെ അത്രമേൽ മനോഹരമാക്കുന്നു. കൃഷ്ണക്ഷേത്രത്തിൽ അതിരാവിലെ തന്നെ ഭക്തരായ നാട്ടുകാരെത്തുന്നുണ്ട്. മനോഹരമായ ഗ്രാമത്തിൻ്റെ ഭംഗിയും ക്ഷേത്രത്തിൻ്റെ തേജസ്സും പ്രകൃതിയെ മനോഹരമാക്കുന്നു. അവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ജനങ്ങളുടെ ഐക്യം. എല്ലാവരും ഗ്രാമത്തിൻ്റെ എളിമയിൽ ഒത്തൊരുമയോടെ ജീവിക്കുന്നവരാണ്. ആൽമരത്തിന് ചുറ്റുമിരുന്ന് പരസ്പരം സംസാരിക്കുന്നവരും ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങുന്നവരും തൊഴാൻ പോകുന്നവരും പല പല ജോലികൾ ചെയ്യുന്നവരെയും ചായക്കടകളിൽ ഒരുമിച്ചിരുന്ന് നാട്ടുവർത്തമാനം പറയുന്നവരെയും പലചരക്ക് കടകളും ബസ് സ്റ്റോപ്പും എല്ലാം തന്നെ കണ്ണിന് കുളിർമ നൽകുന്ന ഗ്രാമീണ കാഴ്ച തന്നെയാണ്. എന്നാൽ ഒരു ദിവസം ആരും പ്രതീക്ഷിക്കാത്ത എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവം ആ ഗ്രാമത്തിൽ നടക്കുന്നു. അതിരാവിലെ തന്നെ മേൽശാന്തി ക്ഷേത്ര നട തുറന്നു. കൃഷ്ണവിഗ്രഹം കാണുന്നില്ല. എൻ്റെ കൃഷ്ണ എന്ന് ഉച്ചത്തിൽ വിളിച്ച് മേൽശാന്തി പരക്കം പാഞ്ഞു. ആ ഗ്രാമം തന്നെ കൃഷ്ണവിഗ്രഹം കളവ് പോയെന്ന വാർത്ത കേട്ട ഉറക്കമുണർന്നത്. ഒരു കള്ളനോ മോഷണമോ ഇന്നേ വരെ ഇല്ലായിരുന്ന ആ ഗ്രാമത്തിൽ ഇത്രയും വലിയ മോഷണം എല്ലാവരെയും ഞെട്ടിച്ചു. കൃഷ്ണൻ്റെ സ്വർണ്ണവിഗ്രഹം കളവ് പോയി. നാട്ടുകാർ ജാതിമത ഭേദമന്യേ ക്ഷേത്രത്തിന് മുന്നിൽ തടിച്ചുകൂടി. ഞെട്ടലോടെ മേൽശാന്തി കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിരാവിലെ നട തുറന്നതും കൃഷ്ണന്റെ സ്വർണ്ണവിഗ്രഹം കാണാനില്ല. ആ കാഴ്ച കണ്ട് മേൽശാന്തി ഇറങ്ങി പുറത്തേക്കോടി. ആ നാട്ടിലെ വലിയ മുതലാളിയായിരുന്നു രാമനുണ്ണി. അദ്ദേഹമാണ് ക്ഷേത്ര കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. അയാളെ കണ്ട് മേൽശാന്തി വിവരമറിയിച്ചു. വലിയ മുതലാളിയും കുടുംബവും ക്ഷേത്രത്തിലേക്കെത്തി ആ കാഴ്ച കണ്ട് അവർ അമ്പരന്നു. അപ്പോഴേക്കും നേരം പുലർന്നിരുന്നു. വിവരമറിഞ്ഞ് ഗ്രാമത്തിലെ പല ഭാഗത്തു നിന്നും നാട്ടുകാർ ഓടിയെത്തി. എന്നാലും ആരായിരിക്കും, എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഞെട്ടലിലും ചർച്ചയിലുമാണ് നാട്ടുകാർ. ഒരു കളവ് പോലും ഇല്ലാത്ത ഗ്രാമത്തിൽ ആര് സംശയിക്കും എന്ന ആശങ്കയിലാണ് ഓരോരുത്തരും. എന്നാലും ഇത്ര ധൈര്യമുള്ള ആരും തന്നെ ഈ ഗ്രാമത്തിലില്ല. ഇത് പുറത്തുള്ള ആരോ ആണ്. അല്ലല്ല, ഇത് ഈ ഗ്രാമത്തിലുള്ള ആളു തന്നെ. അതുകൊണ്ട് ആ ക്ഷേത്രത്തിനുള്ളിലെ മുക്കും മൂലയും അറിഞ്ഞ് മോഷണം നടത്തിയത് എന്നിങ്ങനെയുള്ള ഓരോരോ സംശയങ്ങൾ നാട്ടുകാർ പറഞ്ഞുകൊണ്ടേയിരുന്നു. പോലീസുകാർ എത്തി. പ്രത്യേകിച്ച് ആ ഗ്രാമത്തിൽ കളവും മോഷണവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചില കുടുംബ പ്രശ്നങ്ങളും ക്രമസമാധാനവും നിലനിർത്തുകയാണ് പോലീസിൻ്റെ പ്രധാന പണി. എന്നാൽ ഇത്രയും വലിയ മോഷണം എങ്ങനെ അന്വേഷിക്കുമെന്ന് പോലും ആ ഗ്രാമത്തിലെ പോലീസുകാർക്ക് ആശങ്കയായിരുന്നു. എന്നിരുന്നാലും പോലീസുകാർ ക്ഷേത്രത്തിനുള്ളിൽ പരിശോധിക്കുന്നുണ്ട്. മേൽക്കൂര പൊളിച്ച് ക്ഷേത്രത്തിനുള്ളിൽ ഇറങ്ങിയാണ് സ്വർണ്ണവിഗ്രഹം മോഷ്ടിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മോഷണം നടത്തി ക്ഷേത്രത്തിന് പുറകിലുള്ള ഉൾക്കാട് വഴി മോഷ്ടാവ് പോയി കാണുമെന്ന സംശയത്തിൽ കാട് മുഴുവൻ പരിശോധിക്കാൻ പോലീസുകാരും നാട്ടുകാരും തീരുമാനിച്ചു. എല്ലാവരും പരിശോധന ആരംഭിച്ചു. കാട്ടിലൂടെ നാട്ടുകാരും പോലീസുകാരും വിഗ്രഹം തിരഞ്ഞു പരക്കം പായുന്നു. ഗ്രാമം മുഴുവൻ ദിവസങ്ങൾ കൊണ്ടവർ അരിച്ചുപെറുക്കി. പ്രതീക്ഷിച്ചതുപോലെ വിഗ്രഹം കണ്ടെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വിഗ്രഹമില്ലാതെ ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ചെയ്യേണ്ടി വന്നതിൽ നാട്ടുകാർക്കും മേൽശാന്തിക്കും വളരെ ദുഃഖമുണ്ടായിരുന്നു. വിഗ്രഹം പോയതിനു ശേഷം നാട്ടിലാകെ പഴയതുപോലെ ആരും തന്നെ ഉത്സാഹത്തോടെ പരസ്പരം സംസാരിക്കാനോ കൂട്ടം കൂടി ആൽമരത്തിന് ചുറ്റുമിരിക്കാനോ ചായക്കടകളിൽ ഒത്തുകൂടാനോ ക്ഷേത്രത്തിൽ തൊഴാൻ വരാറോ ഇല്ലായിരുന്നു. വിഗ്രഹം പോയതിനു ശേഷം ആ നാടിൻ്റെ തേജസ്സു തന്നെ നഷ്ടമായി. കൃഷ്ണപുരം എന്ന ഗ്രാമത്തിൽ പേരുപോലെ ഒരു കൃഷ്ണ സാന്നിധ്യം നഷ്ടമായ പ്രതിനിധിയായിരുന്നു. ആർക്കും ഒരു ഉത്സാഹവുമില്ല. അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്നവരായി പലരും മാറി. അങ്ങനെയിരിക്കെ നാടിൻ്റെ ഈ ശാപതുല്യമായ അവസ്ഥ കണ്ട് രാമുവും ജോസും കരിയും എന്ന 3 ചെറുപ്പക്കാർ ചേർന്ന് എങ്ങനെയും ഇതിനൊരു പരിഹാരം കാണണമെന്ന് തീരുമാനിക്കുന്നു. ഇതിനൊക്കെ കാരണം ആ വിഗ്രഹമാണ്. അത് കണ്ടെത്തിയാൽ മാത്രമേ ഈ ദുഃഖത്തിൽ നിന്നും കരകയറാൻ സാധിക്കൂ. 3 ചെറുപ്പക്കാർ സുഹൃത്തുക്കളായിരുന്നു. 3 മതത്തിൽപ്പെട്ട അവർ ചെറുപ്പം മുതലേ കളിച്ചു വളർന്നവരാണ്. ഐക്യം നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ ആ ഗ്രാമത്തിന്റെ അവസ്ഥയിൽ മനംനൊന്തവർ ഇതിനൊരു പരിഹാരം കാണാൻ തീരുമാനിച്ചു. അവർ പദ്ധതിയിട്ടു. കള്ളൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അവർ ആൾത്തറയിലിരുന്ന് വരച്ചും കുറിച്ചും അന്വേഷണം ആരംഭിച്ചു. നാട്ടുകാർ തിരയാൻ വിട്ടുപോയ ഏതെങ്കിലും സ്ഥലങ്ങൾ ബാക്കിയുണ്ടോ എന്നൊക്കെ അവർ തിരയുന്നുണ്ട്. അങ്ങനെ ഓരോന്നും പറഞ്ഞിരുന്ന് നേരം പോയതറിഞ്ഞില്ല. അവർ 3 പേരും ക്ഷേത്രത്തിന് മുന്നിലെ വഴിയിലൂടെ നടന്നു പോകവേ കുളത്തിലെന്തോ വീഴുന്ന ശബ്ദം കേട്ടു. 3 പേരും എന്താണ് ആ ശബ്ദമെന്ന് നോക്കുവാൻ പതിയെ അവിടേക്ക് ചെന്നു. കൂരിരുട്ട്. പരിസരത്തൊന്നും ആരും തന്നെയില്ല. എന്തോ കുളത്തിലേക്ക് വീഴുന്നതായിട്ടാണ് ശബ്ദം കേട്ടത്. അവർ കുളത്തിനരികെ ചെന്നു. ആരോ കുളത്തിനുള്ളിലുള്ളതായി അവർക്ക് തോന്നി. 3 പേരും മറഞ്ഞു നിന്നു.
ആരാണ് ഈ സമയത്ത് കുളത്തിനുള്ളിൽ എന്നൊക്കെയുള്ള സംശയത്തിൽ അവർ പതുങ്ങി നിന്ന് നോക്കി. ഏറെ നേരം കഴിഞ്ഞിട്ടും കുളത്തിന് അനക്കമുള്ളതല്ലാതെ ആരെയും കാണുന്നില്ല. ചിലപ്പോൾ തോന്നിയതാകും എന്നു കരുതി അവർ അവിടെ നിന്നും മടങ്ങിപ്പോകാൻ തുടങ്ങവേ പെട്ടെന്നൊരാൾ കുളത്തിൽ നിന്നും പൊങ്ങി വന്നു. അയാൾ ചുറ്റും നോക്കി, വീണ്ടും വെള്ളത്തിനടിയിലേക്ക് പോയി. എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി 3 പേരും എന്താണ് കാര്യമെന്നറിയാൻ തീരുമാനിച്ചു. കുളത്തിൽ മുങ്ങിയ ആൾ വേഗം തന്നെ ഒരു ചാക്കുമായി കുളത്തിനു കരയിലേക്ക് വന്നു. 3 പേർക്ക് കാര്യം മനസ്സിലായി. ഇതു കള്ളൻ തന്നെ, വിഗ്രഹം മോഷ്ടിച്ച കള്ളൻ. അവൻ വിഗ്രഹം കുളത്തിനടിയിൽ ഒളിപ്പിച്ച് അതെടുക്കുവാൻ വീണ്ടും വന്നതാണ്. അങ്ങനെ വിട്ടാൽ പറ്റില്ല. 3 പേരും ഒച്ച വെച്ച് കള്ളൻ്റെ അരികിലേക്ക് ഓടി. ചെറുപ്പക്കാരെ കണ്ട് കള്ളൻ എടുത്തു ചാടി ഓടി. പിന്നാലെ അവരും. ഈ ബഹളങ്ങളൊക്കെ കേട്ട് നാട്ടുകാർ ഓടിക്കൂടി. കാര്യം മനസ്സിലാക്കിയ നാട്ടുകാരെല്ലാം ചെറുപ്പക്കാരുടെ പിന്നാലെ തീപ്പന്തവുമായി ഓടി. 4 പാടും നാട്ടുകാർ വരുന്നത് കണ്ട് കള്ളന് മുന്നോട്ടോടാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ആ കള്ളനെ നാട്ടുകാർ വളഞ്ഞിട്ട് പിടികൂടി. അവൻ്റെ കയ്യിലെ ചാക്ക് പിടിച്ചു വാങ്ങി അവർ തുറന്നു നോക്കി. സ്വർണ്ണ വിഗ്രഹം കണ്ടവർ ഞെട്ടിത്തെറിച്ചു. കള്ളനെ അവർ പൊതിരെ തല്ലി. തല്ലുകൊണ്ട് അവശനായ കള്ളൻ്റെ മുഖം മൂടി നാട്ടുകാർ പിടിച്ചു മാറ്റി. ആ മുഖം കണ്ട് എല്ലാവരും ഞെട്ടി. മുതലാളിയുടെ കാര്യസ്ഥനായിരുന്നു അത്. അവനെ കണ്ട് നാട്ടുകാർ പരസ്പരം നോക്കി. വിഗ്രഹം തിരയാൻ നാട്ടുകാർക്കൊപ്പം കൂടിയ അവനെ അവർ തല്ലി ചതച്ച് പോലീസിൽ ഏൽപ്പിച്ചു. കൃഷ്ണ വിഗ്രഹം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നാട്ടുകാരെല്ലാം ആർത്തു വിളിച്ചു. കൊട്ടും കുരവയും ആരവത്തോടെയും നാട്ടുകാരെല്ലാം വീണ്ടും വിഗ്രഹം ക്ഷേത്രത്തിൽ പുനഃസ്ഥാപിച്ചു. കൃഷ്ണവിഗ്രഹത്തിൻ്റെ ചൈതന്യം ആ നാട് മുഴുവൻ പ്രകാശിച്ചു. മുൻപത്തേക്കാൾ തേജസ്സോടെ വിഗ്രഹം പ്രകാശിക്കാൻ തുടങ്ങി. വിഗ്രഹം പോലെ തന്നെ ആ നാടും.